പ്രേക്ഷക ലക്ഷങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം അളിയൻസ് ഇനി തിങ്കൾ മുതൽ വെള്ളി വരെ ഉണ്ടായിരിക്കുന്നതാണ്. മൊബൈലിന്റെ ചാർജർ എവിടെ? മൊബൈലിന്റെ ചാർജർ എവിടെ? ഇത് അടിച്ചു വരുക്കുക. നമ്മളെന്തേലും എടുത്താലേ ഉള്ളു കുഴപ്പം. ഈശോ, പുതിയ ഷർട്ട്. ക്ലീറ്റ മച്ചപ്പ എന്തായാലും ഇമ്മാതിരി ഷർട്ട് എടുത്തില്ലേ? അപ്പൊ ഇതെനിക്ക് പുള്ളിക്കാരിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. തങ്കച്ചി എടുത്തി വന്നേ. കൊച്ചു കള്ളി, 2-3 ദിവസം മുമ്പ് എന്നെ ഞെട്ടിക്കെന്ന് പറഞ്ഞിരുന്നല്ലേ? കൊടുക്കൈ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സർപ്രൈസ് ആയിട്ട് തരായിരുന്നു, ഞാൻ പൊട്ടിച്ച് ഇഷ്ടപ്പെട്ടില്ലല്ലേ? കുഴപ്പമില്ല, ഒന്നുകൂടെ ഞാൻ ഒന്നും അറിയാത്ത പോലെ വരാം. അപ്പൊ സർപ്രൈസ് ആയിട്ട് എടുത്ത് തരും. ഇത് നിനക്കോ? പിന്നെ ഇതാർക്ക്? ക്ലീറ്റ മച്ചമ്പി ഇമാതിരി കാളമ്പോളോ ഷർട്ടൊന്നും എടുത്തില്ലല്ലോ. ഇവിടെ ക്ലീറ്റ മച്ചമ്പി നീ മാത്രമുള്ള ആണുങ്ങളായിട്ട്. തക്കൂടൂർ എന്തിനാ ഇത്രയും വലിയ ഷർട്ട്? അപ്പൊ എന്റെ ആങ്ങളെയോ? അവൻ എന്നെ തവിട് കൊടുത്ത് മേടിച്ചതോ? ഓ, അവന് വേണ്ടി എടുത്തു വെച്ചേക്കണ ഷർട്ടാ. കൊള്ളാലേടാ, നല്ല സെലക്ഷൻ ആയിട്ടെ. നല്ല തുണിയാ, നല്ല വിലയുള്ള ഷർട്ടാ. നല്ല സെലക്ഷൻ. ഷർട്ട് എടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇത്രയും ഷർട്ട് എടുക്കാൻ പൈസ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ 200 രൂപ കെഞ്ചി ചോദിച്ചിട്ട് സിനിമ കാണാൻ പോയിട്ട് നിങ്ങൾ എനിക്ക് തന്ന. സത്യമായിട്ട് എൻ്റെ പൈസ ഉണ്ടായില്ലടാ. ഷർട്ട് എടുക്കാൻ പൈസ ഉണ്ടായിരുന്നല്ലോ. ഷർട്ട് എടുത്തതല്ലടാ. പിന്നെ ഞാനേ, എനിക്ക് എന്തൊരു ഭാഗ്യാന്നാ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കുന്നത്. എടാ, ഇന്നാള് ദിവസം നമ്മുടെ അവിടെ ആ അമ്പലത്തിന്റെ അവിടെയുള്ള ക്ലബില്ലേ, ജൂബിലി ക്ലബ്ബ്, അവരൊരു കൂപ്പൺ കൊണ്ടു നടന്നായിരുന്നു. ഒരു കൂപ്പൺ 20 രൂപ. അപ്പൊ എന്നോട് ചേച്ചി എടുക്കേച്ചെന്നുണ്ട്. ഞാൻ ആ ചെറുക്കൻ ആട്ടി ഓടിക്കാൻ നോക്കിയിട്ട് ആ ചെറുക്കാൻ പോണില്ല, കാല കെട്ടിക്കിടക്കണം. അങ്ങനെ 2 കൂപ്പൺ എടുത്ത് 50 രൂപ ഉണ്ടായിരുന്നുള്ളൂ, 10 രൂപ ബാക്കി തന്നു. ആ കൂപ്പണിൽ ഒരെണ്ണത്തിന് അടിച്ചതാ ഇത്. 20 രൂപയുടെ ചെലവിൽ ഒരു ഷർട്ടാ. കണ്ടവരെല്ലാവരും പറഞ്ഞു ഒരു 10,500 രൂപ എന്തായാലും ഉറപ്പായിട്ട് വരും. ഇത് മറ്റേ പേപ്പർ തുണിയത്, അതായത് നമ്മുടെ ദേഹത്താണെന്ന് അറിയില്ല, അങ്ങനെ ഒഴുകി കിടക്കുന്ന തുണിയാ. ഇത് അവന് കൊണ്ട് കൊടുക്കടാ, പാവം. നിങ്ങൾക്ക് നിങ്ങളുടെ ആളുള്ള സ്നേഹം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കൊതി തോന്നി. ഇനി കൂപ്പൺ അടിക്കാതെ എനിക്ക് കാരണം ഉറപ്പായിട്ടും. ഓക്കെ, ഞാൻ നമുക്ക് കൊണ്ട് കൊടുക്കാം. കയ്യോടെ കൊടുത്തേക്കാം. നല്ല, ഞാൻ കൊണ്ട് കൊടുത്തോളാം. ഞാൻ വരണ്ടേ? നീ എന്തിനാ വരുന്നത്? അത് നിങ്ങൾ കൊടുക്കുമ്പോഴുള്ള സന്തോഷം എനിക്ക് കാണണ്ടേ? ഒരു കവർ ഉണ്ടായിരുന്നല്ലോ. ഉറങ്ങുവാ. നിങ്ങളല്ലേ സമ്മാനം കൊടുക്കുന്ന അത് അവതരിപ്പിക്കുക. കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരൊക്കെ ഞെട്ടിയാ? അതേപോലെ ഞെട്ടാൻ പോകുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നടക്കാൻ പോന്നെ. എന്താണ് അത്? ആങ്ങളക്ക് പെങ്ങളുട്ടിയുടെ സമ്മാനം. ആങ്ങളക്ക് പെങ്ങളുട്ടിയുടെ സമ്മാനം. തുറന്നു നോക്ക്. ഒന്നുമില്ല, ഒരു ഷർട്ട്. കൊറേ നാളായില്ലേ നിനക്ക് എന്തെങ്കിലും മേടിച്ചു തന്നിട്ട്. ഇഷ്ടപ്പെട്ടാ? ഇതെങ്ങനാ കിട്ടിയെന്ന് അറിയാമോ? മേടിച്ചത് ഞാൻ പോയി കടയിൽ പോയിട്ട് ഒരു ഷർട്ട് അങ്ങ് എടുത്തു. ഞാൻ നോക്കുമ്പോ നീ എന്ന് ഈ പഴയ ഷർട്ട് ഇട്ടോണ്ടാ നടക്കണേ. ഫുൾ കയ്യാ കടാ. അതപ്പോ അവന് മേടിച്ചില്ലായിരുന്നു, അവന് കൊടുത്തപ്പോരായിരുന്നു. ക്ലീറ്റ് വെള്ളയിലേ ഇടുള്ളൂ. ക്ലീറ്റോൻ എന്തിനാ ഷർട്ട്? നീയല്ലേ പോലീസുകാരുടെ ഒക്കെ അടുത്ത് എപ്പോഴും പോണത്. അല്ലടി, പക്ഷെ എന്റെ പൈസ എവിടെ നിന്ന്? പൈസയൊന്നും അതൊന്നും കുഴപ്പമില്ല.
എൻ്റെ ഇച്ചിരി പൈസയൊക്കെ ഉണ്ടായി, അപ്പം അതുകൊണ്ടാണ് മേടിച്ചതാ. അതുകൊണ്ട് വേറെ എന്തെങ്കിലും കാര്യം നോക്കിയാൽ പോരായിരുന്നാടി, സ്കൂളൊക്കെ എത്ര സമയമല്ലേ പിള്ളേർക്ക്. പിന്നെ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോന്ന് മേടിച്ചായിരുന്നു, നീ മാത്രം ഒന്നും മേടിക്കൂല. അതങ്ങനെയല്ലേ, എല്ലായിടത്തും അങ്ങനെയല്ലേ. ഇതെന്നാ ഇടണേ നീ? ഇത് ഇടണ്ട, ഞാൻ വെച്ചേക്കാം. പിന്നെ ഇടണ, എനിക്ക് ഇട്ട് കാണണം. സന്തോഷാശ്രുക്കൾ പൊഴിക്കുന്നേ കച്ചമ്പി. ഇപ്പൊ നാളെ നമ്മുടെ ഒരു സാറിന്റെ മോടെ കല്യാണം ഉണ്ട്, അപ്പൊ അതിനിടാം. ഓ പൊളിച്ച്. ഞാൻ എൻ്റെ മറ്റേ വെള്ളയില് വരെയുള്ള ഷർട്ട് ഇടാൻ വെച്ചിരിക്കുകയായിരുന്നു. അതെടുത്ത് കത്തിച്ച് കളഞ്ഞോളാം. അത് കൊള്ളാടി. നല്ല സമ്മാനം കൊടുത്ത ദിവസം കൊള്ളാം. ആളെ ഇതൊക്കെ ഇട്ട് കലക്കലായിട്ട് വെക്കൂടെ. ഇട്ടിട്ട് എന്നെ കാണിച്ചു തന്നെ. ഓ അയ്യോ എനിക്ക് വിഷമായി. എടാ ഞാനിപ്പോ ചത്തേനെ കേട്ടാ. എന്തിനെ പേടിച്ചു വലിയ മിണ്ടാതെ വന്നാ. എന്റെ ആവശ്യമൊന്നുമില്ല, നല്ലൊരു കാര്യം പറയാൻ വേണ്ടി വന്ന. എന്താണ്? താങ്ക് യു. ഇഷ്ടപ്പെട്ടോ ശരിക്കും നിനക്ക്? നന്നായിട്ടുണ്ടടി, പക്ഷെ ഇച്ചിരി ലൂസ് കൂടുതലാണത്. ആണോ? അയ്യോടാ, നീ അപ്പൊ ഇച്ചിരി ക്ഷീണിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇച്ചിരി ചില ഇടം നല്ല കളറ്, നല്ല അടിപൊളി സെലക്ഷൻ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യടാ, നമുക്കേ അതൊന്ന് ചെറുതാക്കി എടുക്കാം, തേക്കടെ കൊടുത്തിട്ട്. അത് മോശമായി പോടി. വെട്ടി ചെറുതാക്കുമ്പോഴേ അതിന്റെ ആ ഒരു സ്റ്റിച്ചിങ്ങിന്റെ ഫിനിഷിംഗ് ഒക്കെ അങ്ങ് പോയി കിട്ടും. ആണോ? പിന്നെ ഞാൻ പറഞ്ഞത് നീ ഇത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ്ട് കൊണ്ടുവന്നാ? ഇച്ചിരി ലൂസ് കൂടെ. അപ്പൊ നീ ഒരു കാര്യം ചെയ്യുമെന്ന് ആ കടയിൽ കൊടുത്തിട്ടേ ഒന്ന് മാറ്റിയെടുത്താൽ ഇതിന്റെ തൊട്ട് ചെറിയ സൈസ്. എന്തിട്ട് ഇനി അവിടെ വരെ പോവണ്ടേ? നീ ബില്ലിങ് ഞാൻ പോവാം. അത് വേണ്ട, അത് വേണ്ട. കുഴപ്പമില്ലെന്ന് നീ ഇനി മെനക്കെടണ്ട, ഞാൻ എപ്പോഴും അങ്ങോട്ട് കടയിൽ പോകുന്നല്ലേ. വേണ്ട വേണ്ട, ഞാൻ മാറാം. ഇത് തന്നെ കിട്ടണേ, ഇത് നല്ല രസമുണ്ട്. ഇത് തന്നെ വേണോ? ഇങ്ങനല്ലേ ഭംഗിയുള്ളൂ. എനിക്ക് ഭയങ്കര പക്ഷെ ഭയങ്കര ഇച്ചിരി ലൂസ് കൂടിപ്പോയി, ഇടുമ്പോഴേ വലുതായി പോയി. ഞാൻ മാക്സിമം നോക്കി, അല്ല പിന്നെ ഇങ്ങനെയൊക്കെ നിൽക്കി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അടിച്ചാ പോരല്ലേ? അടിച്ചാ മോശമായിപ്പോ. നീ ഇത് കൊണ്ടുപോകും, അവർ കട കാണുമല്ലോ. ഒരു സൈസ് പറയുമ്പോ XL കാണും, XXL കാണും, L കാണും, എല്ലാം കാണും. അതെ അതെ. അപ്പൊ ആ കടയിൽ പോയിട്ട് പറഞ്ഞാൽ മതി. വേണമെങ്കിൽ ഞാൻ പോവാം. വേണ്ട വേണ്ട, ഞാൻ പൊക്കോളാം. താങ്ക് യു. കനക. എന്താ? ഇല്ല ഒന്നുമില്ലടാ, ഒന്നുമില്ല. റൊണാൾഡേ, ഒന്നും തോന്നണില്ലേ? ഒന്നും തോന്നുന്നു. എനിക്ക് തോന്നിയ ഒരു കാര്യം വേണേ ഞാൻ അങ്ങോട്ട് പറയാം. ഇത് സമ്മാന കൂപ്പൺ അടിച്ചതാണെന്ന് അവിടെ അങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ വല്ല പാടും ഉണ്ടായിരുന്നു. ഞാടൊക്കെ ചെന്ന് കയറി കണ്ണുനീരും പൊഴിച്ചിട്ട് പൈസ ഞാൻ നോക്കിയില്ലടാന്ന് പറഞ്ഞ് മേടിച്ചങ്ങോട്ട് വെച്ചു. കൂപ്പൺ അടിച്ചായിരുന്നു പറഞ്ഞാൽ എന്തെങ്കിലും ഇത് വലുതാ, പുള്ളി തന്നെ എവിടെയെങ്കിലും കൊണ്ട് ചെറുതാക്കി ഇട്ടേനെ. അപ്പോൾ ഈ സമയത്ത് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? അവനാണെങ്കിൽ അത്രയും സങ്കടം വന്നിരുന്നു കണ്ടപ്പോൾ എനിക്ക് പറയാനും തോന്നിയില്ല. എന്റെ നാവിൽ എന്തിനീ നോണ വന്നെന്നാ ഞാൻ ആലോചിക്കണം. ഞാൻ സത്യം മാത്രമേ പറയൂ, സത്യം മാത്രം പറയാനേ എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരൊറ്റ കൈ പ്രയോഗം. എന്താ? ആ ക്ലബ്ബുകാരെ വിളിക്കുക. എന്തായാലും സമ്മാന കൂപ്പൺ അടിക്കാനായിട്ട് ഷർട്ട് കുറേ മേടിച്ച് കാണും. അപ്പോൾ ഇതിൻ്റെ ചെറിയ സൈസും വലിയ സൈസൊക്കെ കാണും. നമ്മളിത് അങ്ങോട്ട് കൊടുക്കുന്നു, ഇതിൻ്റെ ചെറിയ സൈസ് മേടിക്കുന്നു. ആരും നിസ്സാരം. കൂപ്പണിനകത്ത് നമ്പർ വേണോണ്ടേ വിളി. എന്റെ റൊണാൾഡേ, എന്റെ ദൈവമേ. കണ്ടേ? കൂപ്പണിന്റെ നമ്പർ വേണ്ട, ആ ചെറുക്കൻ എന്നെ വിളിച്ചായിരുന്നു. വിളി അങ്ങോട്ട് ഇപ്പം തന്നെ കൈയോടെ കൊണ്ട് മാറാം. നമ്മള് കൊടങ്ങാവളെ നമ്മള് മുളിയരി മിണ്ണാക്കുമല്ല കഴിക്കുന്നത്. ഞാൻ എന്താണ്ട് അതിനെ സേവ് ചെയ്തായിരുന്നല്ലോ. ക്ലബിലെ കൊച്ച്. ക്ലബിലെ കൊച്ച്? ക്ലബിലെ കൊച്ച് ഈ ബുദ്ധിയില്ലേ? എന്താ? അല്ല വിളി.
ഹലോ മോനെ, തങ്കം ചേച്ചിയാ. മറ്റേ ഷർട്ട് തന്നില്ലേ? അതെ അതെ മക്കളെ, എടാ ഈ ഷർട്ടേ ഇവിടെ പാകമല്ലപ്പാ. ഇതിന്റെ വേറെ സൈസ് ഉണ്ടോ? വലുതല്ല, ചെറുത്, ചെറിയ ചെറിയ സൈസ്. ഇതിപ്പോ വലുതാ, ചെറിയ സൈസാ വേണ്ടേ. ഇല്ലേ? നിങ്ങൾ പിന്നെ ഇങ്ങനെ മനുഷ്യന് കൊള്ളാത്ത പാകത്തിൽ തന്നിട്ട് എന്താ കാര്യം? ഇത് നിങ്ങളിപ്പോ എവിടെന്നാ മേടിച്ചേ? അവിടെ ചെന്നാ കിട്ടുവോ? ആണോ? എവിടെന്നാ മേടിച്ചേ? ചന്ദ്രൻ ഗാർമെന്റ്സ്. മാർക്കറ്റ് ജംഗ്ഷൻ തിരിഞ്ഞാടോ? എനിക്കറിയാം. മോനെ, എത്ര രൂപയായിരുന്നപ്പാ ഇതിന്? 600 രൂപയാണ്. എത്ര രൂപയെന്ന് പറഞ്ഞു? 600 700 1400. 1400 രൂപയോ? ഇത്രയൊക്കെ വരും. ചന്ദ്രൻ്റെ ഒരു കാര്യം ചെയ്യും, ഞാനിത് കൊണ്ടുപോയിട്ടെ ഇത് കാണിച്ചിട്ട് അവരോട് വിവരം പറയാം. അപ്പോൾ അവർ ചിലപ്പോൾ മാറിത്തരും. ഇല്ല, അല്ല ബില്ലില്ലാന്ന്. അപ്പം പിന്നെ ഒറ്റ പരിപാടിയേ ഉള്ളൂ. എന്താ? പൈസ കൊടുക്കുക, അതിൻ്റെ ചെറിയ സൈസ് മേടിക്കുക. എടു. പൈസ ഇല്ല. അങ്ങനെ ഞാനല്ലെങ്കിൽ നിനക്ക് 200 രൂപ ചോദിച്ചപ്പോ ഞാൻ തരൂലായിരുന്നോ? നീ പോവാണോ? പൈസ ഇല്ല, മാറിത്തരത്തില്ല, പിന്നെ വെറുതെ ഇരുന്ന് ഞാൻ എന്തിനാ എന്റെ അല്ല, സമയം. വേറൊരു കാര്യമുണ്ട്. എൻ്റെ അടുത്തൊരു 10,000 പിന്നെ ഞാൻ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കൂ. പിന്നെ എത്ര ഉണ്ടെന്ന് പറ. എൻ്റെ കയ്യിലൊരു 450-500 രൂപ ഉണ്ടാവും. പിന്നെ വേണമല്ലോ 1000. എൻ്റെ ഒരു നുള്ളി പറക്കി കഴിഞ്ഞാൽ ഒന്നുമില്ല. പുള്ളി തന്നായിരുന്നേ. മച്ചമ്പി, മച്ചമ്പി, ഓ എന്താ ഇങ്ങോട്ടൊന്ന് വായോ. അല്ല, കണ്ടില്ല ഈ സമയത്തോടെ പേപ്പർ വായിച്ചോണ്ടിരിക്കുന്നത് കണ്ടു ചോദിച്ചേ. കിടക്കായിരുന്നു. ഞാനിപ്പോ ഒരു പുസ്തകം വായിച്ചേ, കൂട്ടുകുടുംബ സമ്പ്രദായം ഇപ്പം പലയിടത്തും നിർത്തലാക്കി വരുവാന്നല്ലോ. അപ്പൊ അത് നല്ലതായിരുന്നില്ലേ ശരിക്കും പറഞ്ഞാല്? എന്റെ പ്രശ്നം എന്താണ്? അല്ലാതെ നല്ലതാ, അതിനെ കുറിച്ച് അറിയാം. മച്ചമ്പിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളകത്ത് ഭയങ്കര കുടുംബം ഉള്ളതല്ലേടാ എപ്പോഴും നല്ലത്. എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം അതല്ലേ. അതെ അതെ, ഒരു ആവശ്യം വന്ന, ഇപ്പൊ എനിക്കൊരു ആവശ്യം വന്ന അവൾ ഓടി വരും. അതെ അല്ലേ? അവിടുന്ന് ഒരു ആവശ്യം വന്നാൽ ഇവിടെ ഓടി വരും. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയും ഒരു സഹകരിച്ച് ജീവിക്കുന്ന എപ്പോഴും കൂട്ടുകുടുംബം നല്ലത്. പക്ഷെ ഇത്ര സ്ഥലങ്ങൾ കിട്ടാത്തതുകൊണ്ട് ആളുകൾ ഫ്ലാറ്റിൽ അവിടെയൊക്കെ താമസിക്കും, കുടുംബക്കാരെ കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. അപ്പൊ ഒറ്റപ്പെട്ട് ജീവിക്കും. ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടും ഉണ്ടാവും. പക്ഷെ കൂട്ടുകുടുംബം ഈ പറഞ്ഞ പോലെ ഒരാൾക്ക് ഒരു ആവശ്യം വന്നാൽ ധൈര്യമായിട്ട് വേറെ ആൾ സഹായിക്കാനുണ്ടാവും. ഇപ്പൊ തന്നെ എനിക്കൊരു 10-700 സ്പെയർ മേടിക്കാൻ വേണം. മച്ചമ്പ അടുത്തുണ്ടായിരുന്നേ മച്ചമ്പ എടുത്ത് ഞാൻ ചോദിക്കാൻ വന്നേ. ഏതാ? ഒരു കണക്കിന് നോക്കുമ്പോൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്നുണ്ടോ നല്ലത്. അതിന്റെ മച്ചമ്പി ഇത്തരം കുടുംബക്കാരെ കൊണ്ട് സ്വസ്ഥമില്ല പോവില്ലല്ലോ. അത്യാവശ്യം മച്ചമ്പി എനിക്കൊരു 700 രൂപ. എന്തിന്? വണ്ടി പണിയാനേ, അത് കൊണ്ടുവന്നപ്പം കുറച്ച് പൈസയുടെ വേണം. പണിഞ്ഞിറങ്ങി കൊടുത്താൽ അന്നേരം ഈ മേടിച്ചോണ്ട് പോണ പൈസ അവനെ കണക്കല്ല, തിരിച്ചു തരുന്നില്ലല്ലോ. അതെന്താണ് തരാത്തത്? ഇന്നാളെ അടുക്കള കൊണ്ടുവന്നൊരു 500 രൂപ പച്ച നോട്ട് തന്നെ മറന്നുപോയി മച്ചമ്പി. പോലീസ് സ്റ്റേഷന്റെ വാതൊക്കെ വെച്ചിട്ട് അന്ന് ഫ്രൂട്ട്സ് കഴിച്ചോണ്ടിരുന്നപ്പോ ഞാൻ കൊണ്ടുവന്ന 1000 രൂപ വന്നില്ലേ? ഇനി ഒരു 300 രൂപ തരാനുണ്ട്. 1000 വൈകുന്നേരം വീണ്ടും 1000 തിരിച്ചടിച്ച് പഠിച്ചിട്ട് പോയില്ല അവിടെ. അത് ലിലിപ്പണ്ടി കൊടുത്ത് സ്കൂൾ ഉറപ്പാപ്പോ കൊച്ചുങ്ങൾക്ക് ബുക്ക് വേണമെന്ന് പറഞ്ഞാൽ കൊണ്ട് കൊടുത്തില്ലേ. ഇപ്പൊ നിലവിൽ 340 രൂപ തരാറുണ്ട്. ഈ 700 രൂപ തരുമ്പോൾ 1040 ആകുമ്പോൾ ചോദിക്കാനും തരാനും ഒരു രസമുണ്ട്. 700 കാണുമെന്ന് അറിയാൻ വേണ്ട. നമ്മുടെ DSP സൂതൻ സാറിന്റെ മോളുടെ കല്യാണം. അപ്പോൾ അതിന് കൊടുക്കാൻ വേണ്ടി നമ്മളെല്ലാം ഒരു 10,000-2000 രൂപ വെച്ചിട്ട് ഓരോരുത്തർ ഇട്ടിട്ട് ഒരു നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്നു. വന്നെൻ്റെ അല്ലേടാ, പൈസ കയ്യിലിരുന്ന് തീർന്നില്ല. പല പല ചിലവല്ലേ. അത്യാവശ്യമാണെങ്കിൽ ഇത്തിരി ഒരു 10-300 രൂപ കാണുന്നു. ഒരു 300 രൂപ കാണും. ഞാൻ എടുത്തുതരാം. തിരിച്ചു തരണം നീ എനിക്ക്. അവളാട്ടെ മുമ്പിലൊക്കെ പോയി ഓരോ കുരുക്ക് ഒപ്പിച്ചോണ്ട് വരും. 300 200 ഉള്ളു. ബാക്കി അവിടെ നിന്ന് മേടിച്ച് കൊണ്ടുപോടാ. മന്ദന്റെ അല്ലേ, അതാണ്. എൻ്റെ അമ്മേ, ചേട്ടത്തി എന്താ? പതുക്കെ വിളിക്ക്, അപ്പുറത്ത് അവരൊക്കെ ഉണ്ട്. എന്റെ ജീവിതത്തെ ഞാൻ ഇതേപോലെ കഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി. അയ്യോ, ആ പ്ലേറ്റ് എടുക്കല്ലേ. നല്ല പ്ലേറ്റ് കഴുകിയെടുത്താ നല്ലതാ. പോവാ ഇവിടുന്ന്.
ഇവിടെ നല്ല പ്ലേറ്റടാ. പ്ലാസ്റ്റിക്കിനൊന്നും വില കിട്ടത്തില്ല. എന്തെങ്കിലും തൂക്കമുള്ള സാധനം കൊടുത്താലേ പൈസ കിട്ടത്തുള്ളൂ. ഓരോ പണി ഒപ്പിച്ച് ജാട അടിക്കാൻ പോയിട്ട് മനുഷ്യനെ മെനക്കേട് മൊത്തം. എന്നാലും എന്റെ കയ്യിൽ ഇത്രയും പൈസ കഴിഞ്ഞു പോണത് ഇത് ആദ്യമായിട്ടാ. മിക്സി ഇങ്ങോട്ട്. എന്റെ പൊന്നേ, എന്നാ ഞാൻ സൂക്ഷിച്ചു വെച്ച മിക്സി എടുത്ത് കൊടുക്കാൻ വെച്ചതാ ഇത്. ഈ നശിച്ച സാധനം നിങ്ങൾ എന്തോ സൂക്ഷിച്ചു മ്യൂസിയം തുടങ്ങുന്നു. ഇതൊന്ന് നന്നാക്കാൻ കൊടുത്താലോ. ഒന്നാന്തരം മിക്സി ചെയ്ത് പണ്ടത്തെ മിക്സിയാ. ഒരു കാര്യം ചെയ്യും, അതും ഇതുപോലെ ഇവിടെ കൊണ്ട് കൊടുത്തിട്ട് നിങ്ങൾ എന്തിനാന്ന് വെച്ചാൽ ഞാൻ വിട്ട്. എനിക്ക് എന്നാ പൈസ കിട്ടണോ? പൈസ കിട്ടണം. പക്ഷെ ഇത് ഇത് ഈ 2 ചാക്കിലേ ഉള്ളു. വല്ലതും കിട്ടുമോ? ഒരു കാര്യമുണ്ട്, നോ പറയത്തില്ല. ഇച്ചിരി അധികം പൈസ ഒപ്പിക്കാൻ ഒരു മാർഗമുണ്ട്. എനിക്ക് ഇരിക്കൊന്നും വേണ്ടാന്ന്. ഇരിക്കാനല്ല, ഇതങ്ങ് കൊടുത്തോ. അത് കൊടുക്കാം. ഒടിച്ചിട്ട് കൊണ്ടുപോകണം. അതൊക്കെ അമ്മ ഒടിച്ചോളും. അതിങ്ങനെ കൊണ്ടുപോകും. ഞാൻ താഴെ റോഡിന് അവിടെ വരാം. അത് പോട്ടെ. എങ്ങനെ പൈസ ഉണ്ടാക്കും? സുലിച്ചേച്ചിയുടെ വീടിന്റെ കിണറിന്റെ ഭാഗത്തില്ലേ കുറച്ച് കേബിൾ ചുറ്റി കിടപ്പുണ്ട് മണ്ണിനകത്ത്. എന്തിനപ്പോ? അതിനകത്ത് അത് കീറി അതിനകത്ത് കമ്പി എടുത്തു കൊടുത്താൽ നല്ല പൈസ കിട്ടുമെന്ന്. പക്ഷെ അതൊക്കെ അവർക്ക് ആവശ്യമുള്ളായിരിക്കും. ഹേയ്, മൊത്തം ചെടിക്കകത്ത് മൂടി കിടക്കുന്ന സാധനം എന്താ ആവശ്യം? ആവശ്യമില്ലെങ്കിലും നമ്മൾ ചോദിക്കുമ്പോ ഇപ്പൊ അവർക്ക് ആവശ്യമാവും. അത് ശരിയാ. ഒരു കാര്യം ചെയ്യും, സുലിച്ചേച്ചിയെ വിളിച്ചിറക്കി വാതുക്കെ എന്ന് കുറെ നേരം നുണ പറ. ഞാൻ പുറകെ കൂടെ പോയി എടുത്തോണ്ട് നോക്കണം. മോശമല്ലേ? കാര്യം നടക്കണോ? ആങ്ങളുടെ മുമ്പ് ഷൈൻ ചെയ്യണോ? വേണോ? പിന്നെ അതേ ഉള്ളു മാർഗം. ഞാൻ അറിഞ്ഞായിരുന്നു മസിൽ ഫാക്ടറി അല്ലേ ശ്രീകാര്യത്ത്? ഞാൻ അറിഞ്ഞായിരുന്നു. നമ്മുടെ മറ്റേ അരുണും സുധീരട്ടനും തുടങ്ങിയല്ലേ? നമ്മുടെ പോലീസുകാർക്ക് എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടേ. ബോഡിയൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യാമല്ലോ. പക്ഷെ സമയം കിട്ടുമെന്ന് അറിഞ്ഞൂടാ. നല്ല എല്ലാ ഫെസിലിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ വിളിക്കാം സാറേ. ഓക്കെ ഓക്കെ ഓക്കെ. എന്താടി എവിടെ പോയിരുന്ന? മാറുണ്ടായിരുന്നോ? മാറിയാ? കിട്ടിയോ? കിട്ടി മോനെ. സെയിം കളർ തന്നെ കിട്ടിയല്ലേ? ഞാൻ എനിക്ക് ചെറിയൊരുണ്ടായിരുന്നു. ചിലപ്പോൾ കിട്ടാൻ സാധ്യത കുറവായിരിക്കും. എന്ത് പാടുപെട്ടെന്നറിയാമോ? ഇല്ല, കറക്റ്റ് ഇതാണ് വേണ്ടത്. മറ്റേ നീ എക്സലിനാകണ്ടായിരുന്നു. അതായത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കട കൂട്ടാൻ പോണു. ഞായറാഴ്ചയല്ലേ, ഉച്ച കഴിഞ്ഞിട്ടില്ലാന്ന്. ഞാൻ പിന്നെ പറഞ്ഞു ഒരു രക്ഷയില്ല, ഇതുപോലെ കനകം പോലീസിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ അവരൊരു കണക്കിന് എന്താണ് അക്കൗണ്ട്സ് ഒക്കെ ക്ലോസ് ചെയ്തെന്ന്. പിന്നെ ഞാൻ കൈയും കാലും പിടിച്ച് അവരെ തുറപ്പിച്ച്. അപ്പൊ എന്താ, സെയിൽസിലുള്ള പിള്ളേരില്ല. പിന്നെ മാനേജർ എടുത്തു തന്നത്. അത്ര കഷ്ടപ്പെടണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചപ്പോ നാളെ സാറിന്റെ മോളുടെ കല്യാണത്തിന് പോകാൻ പോകാന്ന് വിചാരിച്ചതേ ഉള്ളൂ. പറഞ്ഞാ എപ്പം മുതൽ തുടങ്ങിയത്? അതോ അവിടെ ചെന്നപ്പോ 100 രൂപയുടെ കുറവ്. 100 രൂപ എന്ന് പറഞ്ഞാൽ ഈ ഷർട്ടിന് 100 രൂപ കുറവായിരുന്നു. സൈസ് ചെറുതായപ്പോഴാ? അങ്ങനെ ഉണ്ടെന്നിപ്പോ. അപ്പൊ ഒരു പറഞ്ഞു 100 രൂപ തിരിച്ചു തരൂല, പൈസ ആയിട്ട് തരില്ല എന്ന് പറഞ്ഞു. അതിന് ഞാൻ കൊറേ കിടന്ന് പറഞ്ഞു, അയ്യോ എനിക്കൊന്നും വേണ്ട. ബുദ്ധിമുട്ടി കിട്ടിയല്ലോ, സന്തോഷായിടേ. നാളെ ഇതിട്ടുണ്ട് പോണേ. പിന്നെ ഇനിയിപ്പൊ നാളെ നേരം വിളിക്കുമ്പോ പോണില്ലാന്നൊന്നും പറയരുത്. ഇതുള്ളതുകൊണ്ട് എന്തായാലും പോകും. അല്ലെങ്കിൽ അവിടെ എല്ലാത്തിനും പൈസ കൊടുത്തിരിക്കുക. എന്തായാലും പോയാൽ പറ്റുള്ളൂ. ഞാൻ പോയി കിടക്കട്ടെ, വയ്യാതായി. കൊള്ളാടി. താങ്ക് യു. ഓ പാവം. തങ്കം, തങ്കം. എന്താണ് സാറേ? സാറേ ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഒരു പരിപാടിക്ക് ഞാൻ ഇല്ലാതെ പറഞ്ഞില്ലേ? ഇന്ന് 1-2 ഇവിടെ കുറച്ച് ദിവസം ഇല്ലായിരുന്നിട്ട് വീട്ടിൽ വന്ന് കയറുമ്പോൾ നീ ഇങ്ങനെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇന്ന് എന്തായാലും പറ്റൂല. ഇന്ന് വേറെ ഇത്തിരി പരിപാടികളുണ്ട്. എടാ നീ നാളത്തേക്കൊന്ന് മാറ്റടേ. ഇന്ന് പറ്റൂല എന്തായാലും. ശരി ശരി. ഓക്കെ 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 ഓക്കെ. എന്തോടാ കാണിച്ചത്? എന്ത് ഒരു നല്ല കാര്യത്തിന് ഇറങ്ങാൻ നിൽക്കല്ലേ? നീ തോന്നിയ ദിവസം കാണിക്കാൻ മര്യാദ ഉണ്ടേട്ടാ. ആ ഗുരു ആ ഷർട്ടിങ് ഊര്. ആ ഷർട്ടിങ് ഊരാൻ. എന്തിന്? ഇത് എന്റെ ഷർട്ടാണെന്ന്. തലയ്ക്ക് കുഴപ്പമില്ലടാ. എടാ ഇത് എൻ്റെ ഭാര്യ എൻ്റെ അലമാരിക്കകത്ത് എനിക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചിരുന്ന ഷർട്ട് ഞാൻ എടുത്തിട്ട് അവളെ കണ്ടില്ല. അവളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാനൊന്ന് പുറത്തോട്ടിറങ്ങി. അവളെ എവിടെ വായി നോക്കാൻ പോയ തങ്ക എനിക്ക് വാങ്ങിച്ച ഷർട്ടാ അത്. നിനക്ക് വാങ്ങിച്ച ഷർട്ടാ? നിനക്കെന്താ ഭ്രാന്തണ്ടടാ? എൻ്റെ
എന്റെ തങ്കം എനിക്ക് വേണ്ടി വാങ്ങിച്ചു തന്ന ഷർട്ടാണിത്. എടാ തങ്ക എനിക്ക് വേണ്ടി സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്ന താനല്ലത്. എടാ ഭാര്യ ഭർത്താവിനാണ് ഷർട്ട് മേടിച്ചത്, അല്ലാതെ ആങ്ങളൊക്കെയല്ല. എടേ എന്തുവാ പ്രശ്നം? കേട്ടാ എന്റെ ഷർട്ട് എടുത്തിരിക്കണോ നോക്ക്. ഇവരെന്താ കുഴപ്പമുണ്ട്? നിനക്കാണ് കുഴപ്പം. എടാ ഇത് ഈ അലമാരിക്കകത്ത് തങ്കം വാങ്ങിച്ചു വെച്ചിരുന്ന ഷർട്ട്. നിന്റെ ഉടായി പറക്കരുത്. ചേച്ചി എന്തോ ഉടായി പറക്കരുത്. എടാ ഇത് എനിക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചാൽ അവൾ അല്ല നിനക്ക് വേണ്ടി മേടിച്ച് കളറോ പൂക്കളൊക്കെ മേടിക്കും. അയ്യോ നീ വെള്ളം ഞാൻ ഇതിട്ടാ എന്താ മെനയാവൂലേ? പൂക്കള് പൂക്കള് ഞാൻ ഇപ്പൊ നിർത്തി, ഞാനൊരു സ്റ്റൈല് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിരിക്കണം. നീ കളിക്കല്ലടാ, പണി നോക്കണേ. ഇവരെന്താ കുഴപ്പം? ഇതല്ലേ ഏട്ടന്റെ ഷർട്ട്? ഇതകത്തിരുന്ന് തങ്കം ഇത് നീ എനിക്ക് വാങ്ങിച്ച ഷർട്ടല്ലേ? അത് ചേച്ചി ഒരേപോലത്തെ ഷർട്ട് എടുക്കുമ്പോ ഒന്ന് പറഞ്ഞുകൂടെ ചേച്ചി? ഇത് രണ്ടും കൂടെ വഴക്ക് പിടിച്ചിട്ട് ഇപ്പൊ ഒരാൾ ഇവിടെ ചത്ത് വീണേനെ. നീ എനിക്ക് മാത്രം മേടിച്ചെന്നല്ലേ പറഞ്ഞത്? മേടിച്ചു തങ്കം. അതിന്റെ കളറാ ഡിസൈനാ എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റി പിടിച്ചൂടെ? ഇതിപ്പോ യൂണിഫോം ഇട്ടോണ്ട് സ്കൂൾ പിള്ളേർ പോകുമ്പോൾ ആയിപ്പോവും. ഇപ്പൊ ഇട്ടുകൊണ്ട് പോയാലും എന്താ കുഴപ്പം? രണ്ടുപേരും രണ്ടു വഴിക്കല്ലേ പോണത്? പീറ്റച്ചേട്ടന്റെ പാർട്ടി ഓഫീസിലോട്ടല്ലേ പോണത്? എനിക്കിന്നൊരു കല്യാണമുണ്ട്. ഏട്ടൻ എങ്ങോട്ടാ പോണത്? അറിഞ്ഞൂടെ DSP സുധാകരന്റെ മോളെ കല്യാണത്തിന്? എടേ ആ കല്യാണത്തിനാണ് ഞാനും പോണത്. എന്നെ വിളിച്ചു സുഗതൻ സാറ്. DSP സുധാകരാ? ഓ രണ്ടുപേരും ഒരേ വേഷത്തിലാ? അതിന് കുഴപ്പമില്ല. നീ ഇട്ടില്ലല്ലോ, ഞാനല്ലേ ഇട്ടോളൂ. നീ വേറെ എങ്കിലും ഞാൻ ഇടാൻ പോവാണ്. അത് പറ്റൂല. നീ അങ്ങോട്ട് മാറ്റണേ. ഇന്നലെ പ്ലാൻ ചെയ്താണ്. എനിക്ക് എവിടെ നിന്നല്ല മേടിച്ചോണ്ട സമയത്ത് ഞാൻ പറഞ്ഞത് സുഗത സാറിന്റെ മോളെ കല്യാണത്തിന് പോകണം. ആയിക്കോട്ടെ, നീ ഞാനല്ലേ ഇട്ടത്. നീ ഇട്ടില്ലല്ലോ, ഞാൻ പോണല്ലേ ഉള്ളൂ. നീ അതങ്ങോട്ട് മാറ്റി വേറെ അങ്ങോട്ട് ഇട്ടാ മതി. നീ അങ്ങനെ വാശി പിടിക്കല്ലേ? നീ ഇടുവാടാ, നീ ഇടും. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം കല്യാണ വീട്ടിൽ എത്തും. ഞാൻ റെഡിയായി നിൽക്കണം. നീ റെഡിയായില്ലല്ലോ, ഞാൻ അവിടെ പോയി വീഡിയോ ഫോട്ടോയിൽ നിൽക്കും. ഷർട്ട് എടുത്തോണ്ടാ വന്നു. നീ മുണ്ടൂടെ കൊണ്ടുവന്നു പുല്ല എനക്ക് കൊണ്ടുവരാ. ഇപ്പൊ അവിടെ നിക്ക്. Aliens